ബൊഗെയിൻവില്ല എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് ഒരുപോലെ മണ്ണിലും ചെടിച്ചട്ടിയിലും ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പക്ഷേ ഹാങ്ങിങ് ആയിട്ട് നമ്മൾ വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇതാ എൻ്റെ വീട്ടിൽ നട്ടുവെച്ചിരിക്കുന്ന ബൊഗെയിൻവില്ലയാണ് കേട്ടോ. ഇതാ നോക്കിയേ, അതിൻ്റെ ഒരു അവസ്ഥ കണ്ടോ? നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാതിരുന്ന കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പുല്ല് പിടിച്ചാൽ പോലും നമ്മൾ അറിയാറുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ പുല്ലൊക്കെ കളഞ്ഞ് കുറച്ച് വളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മുടെ ബൊഗെയിൻവില്ലേനെ റെഡിയാക്കി എടുത്താലോ? ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്ന ബൊഗെയിൻവില്ല ഉണ്ട്, പക്ഷേ ഇത് നമ്മുടെ സാധാ ബൊഗെയിൻവില്ലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടിൽ വളർത്തുന്നതിനേക്കാളും എക്സ്ട്രാ കെയർ കൊടുത്ത് വേണം ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ വേണം നമ്മളിത് ഹാങ് ചെയ്തിടാൻ. ഞാൻ ഇട്ടിരിക്കുന്ന സൈഡ് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് കേട്ടോ. രണ്ടാമത്തത്, വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം വാർന്ന് താഴത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നരാടം നമ്മൾ നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ വളവും പ്രൂണിങ്ങും നമ്മൾ ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഹാങ് ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ ബൊഗെയിൻവില്ലേനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പോട്ടിൽ കുറേ പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ബയോബിന്നിലെ വളമാണ്. ഒന്നാമത്തെ കാര്യം, ഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ അധികം വെയിറ്റോടെ അല്ല ഞാൻ ചെടിച്ചട്ടി വെച്ചിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രമാണ് ഇതിൽ മണ്ണുള്ളത്. ബാക്കി ബയോബിന്നിലെ വളമാണ്. ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് കുറവുള്ളത് കൊണ്ട് കുറച്ചുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അതിനുശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ബൊഗെയിൻവില്ലയുടെ വേര് പൊട്ടാതെയാണ് കേട്ടോ ഞാനത് ഇളക്കി കൊടുത്തത്. അതിനുശേഷം ബയോബിന്നിലെ വളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ആക്കിയതിന് ശേഷം ഓരോന്നും നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ഈ ബൊഗെയിൻവില്ല നോക്കി, നല്ല റെഡ് കളറായിട്ടാണ് കേട്ടോ വരുന്നത്. അത്രയ്ക്കും വെയിലാണ് ഈ ഒരു ബൊഗെയിൻവില്ല നിൽക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് അതിന് പുതിയ പൂക്കളൊന്നും വരുന്നില്ല. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. തുമ്പ് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡീപ് പ്രൂണിങ് ചെയ്യേണ്ട സമയമല്ലല്ലോ. ഡീപ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കളും ഉണ്ടാവില്ല. അതുകൊണ്ട് മുരടിച്ച് നിൽക്കുന്ന കൊമ്പിന്റെ അറ്റം മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബയോബിൻ വളം കൊടുക്കുന്നതുകൊണ്ട് വേറെയും ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ 2-3 കൊമ്പ് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് ചീത്തയായി പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ കാണിച്ചത്. അതായത് ഞാൻ നേരെ എടുത്തു പൊക്കെയല്ല ചെയ്യുന്നത്, ഓരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് നോക്കും. അങ്ങനെ അവസാനം വരെ നോക്കും. ചിലത് ഏറ്റവും അടിയിൽ ഒരു പച്ചപ്പുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുതിയ ഇലകൾ വരാൻ ചാൻസ് ഉണ്ട്. അറ്റം വരെ കട്ട് ചെയ്തിട്ടും ഉണങ്ങിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കമ്പിനെ പിന്നെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കളഞ്ഞേട്ടോ. ഈ പച്ച കണ്ടോ? ഇവിടെ എല്ലാ ചെടിച്ചട്ടികളിലും ഇതാണ് കേട്ടോ അവസ്ഥ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ? ഇവിടെ പച്ച മഷിത്തണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ബയോബിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ. ബയോബിൻ വളം കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിന് പുതിയ ജീവൻ കിട്ടും. മണ്ണിലെ നല്ല ബാക്ടീരിയയെ അത് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വേരുകൾ നന്നായിട്ട് പടർന്നു പിടിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെടികൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ വരാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഹാങ് ചെയ്ത ചെടികൾക്കാണെങ്കിൽ വളരെ ഗുണമാണ്. കാരണം ലൈറ്റ് വെയിറ്റ് ആണല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചെടിച്ചട്ടിക്ക് ഒന്നും പറ്റില്ല. ഹാങ് ചെയ്ത് എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ കിടന്നോളും. ബയോബിൻ വളം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു റിസൾട്ട് അല്ല കേട്ടോ. അതിന് കുറച്ച് സമയമെടുക്കും. നമ്മൾ വളം ഉണ്ടാക്കുന്നതും കുറച്ച് സമയമെടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കെമിക്കൽ വളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നട്ടിരിക്കുന്ന ഈ ബൊഗെയിൻവില്ലാസ് എല്ലാം വേറെ വേറെ കളറാണ് കേട്ടോ. പിങ്ക്, പീച്ച്, റെഡ്, ഓറഞ്ച്, അങ്ങനെ പല കളറിലാണ് നട്ടിരിക്കുന്നത്. 3-4 കൊമ്പ് നടുമ്പോൾ അതിൽ ഒരെണ്ണമൊക്കെ പോവാറുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ പിടിച്ച് കിട്ടാറുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ടുകൊടുത്തതാണേ. പക്ഷേ നട്ടുകൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ എനിക്കത് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഹൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. നമുക്ക് നേരെ നിന്ന് എടുക്കാൻ പറ്റുന്ന ഉയരത്തിലല്ല കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഇനിയെങ്കിലും ഞാനിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ ഈ ചെടികളെല്ലാം തന്നെ നശിച്ചു പോകും. അപ്പോൾ ഇതിലാണ് അത്യാവശ്യം പൂക്കൾ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും നമുക്ക് പുല്ലൊക്കെ ഒന്ന് പറിച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അത്യാവശ്യമല്ലാത്ത കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വളങ്ങളാണ്. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കെമിക്കൽ വളങ്ങളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ കെമിക്കൽ വളങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 6 മാസം കെമിക്കൽ വളങ്ങളും അടുത്ത 6 മാസം നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങളാണ് ബൊഗെയിൻവില്ലാസിന് കൊടുക്കുന്നത്. ഇത് DAP, NPK, 19 മുതലായ വളങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ അത് 3ഉം പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒരു കുപ്പിയിലാക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവണം. ആ പിങ്ക് കളറിലെ കുറച്ച് കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കട്ടയായി പോകട്ടോ. അതുകൊണ്ടാണ് കൈയോടെ ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വളങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 1 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളുടെ തണ്ടിൻ്റെ അടുത്തൊന്നും അല്ല കേട്ടോ, കുറച്ചിങ്ങോട്ട് നീക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിനി സ്പെഷ്യലായിട്ട് മിക്സ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി മണ്ണൊക്കെ ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ എല്ലാത്തിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 15 ദിവസം കൂടുമ്പോൾ ഇതേപോലെ വളം കൊടുത്താൽ മതിയാവും. ഇതിനിടയ്ക്ക് അല്പം മാത്രം വെള്ളം കൊടുത്താൽ മതി. പൂവ് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന വളത്തിന്റെ അളവ് കുറയ്ക്കുക. അതിനുശേഷം പൂവ് കൊഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജിലാണ് നമ്മൾ അടുത്ത വളം കൊടുക്കേണ്ടത്. ഈ ഒരു വളം നമുക്ക് വെള്ളത്തിൽ അലിയിച്ചിട്ടും കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇടക്ക് അങ്ങനെയും ചെയ്യാറുണ്ട്, ഇടക്ക് ഇങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ചെടിച്ചട്ടിയിൽ എല്ലായിടത്തേക്കും ഞാൻ ആ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളുടെ വളങ്ങളൊക്കെ താഴത്തുകൂടി ഒഴുകിപ്പോവും. അപ്പോൾ അത്രയ്ക്കൊന്നും വെള്ളം ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കെമിക്കൽ വളം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്. അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റെമ്മിൻ്റെ അടുത്തും വളം ആകരുത്. അതേപോലെ ഷെയ്ഡിൽ വെക്കേണ്ട ആവശ്യവുമില്ല. നമുക്കിത് കഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് പോയൊരു സ്റ്റേജ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങോട്ട് ഹാങ് ചെയ്തിട്ടേക്കാം. നോക്കി, ഈ ഒരു സൈഡാണ് ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്നത് ഈ ഒരു സൈഡാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ ബൊഗെയിൻവില്ലാസ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അവിടെ മാത്രമല്ല കേട്ടോ, എൻ്റെ ബാൽക്കണി നോക്കി, അത്യാവശ്യം ഉണ്ട് കേട്ടോ. എല്ലാം തന്നെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളോടെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.